പിപ്പീസ് വ്ളോഗിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. എറണാകുളത്തുള്ള മറൈൻ ഡ്രൈവിലാണ്. അവിടെ നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഗവൺമെന്റിന്റെ 4ാമത്തെ വാർഷികം നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോയത്. എൻ്റെ കേരളം പ്രദർശന വിപണന മേള. നമ്മൾ കയറി ചെല്ലുന്ന സ്ഥലത്ത് തന്നെ വലിയൊരു സ്റ്റേജ് കാണാം. ഒരു ഗംഭീരമായൊരു സ്റ്റേജാണ്, അടിപൊളിയാണ്. ആ ഒരു സ്റ്റേജാണ് നമുക്ക് ആദ്യം എൻട്രൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏതായാലും വൈകുന്നേരം ഗാനമേള ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊന്ന് കാണണം. അപ്പൊ ഞാൻ ഏതായാലും പ്രദർശനമേളയുടെ അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മളെ എൻട്രൻസ്. ഞാൻ അകത്തേക്ക് കയറുകയാണ്. എന്തെല്ലാം കാഴ്ചകളാണ് അവിടെ നമ്മൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നറിയില്ല. എന്തായാലും ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഇവിടെ വരുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ വാർത്തകളിലൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും എന്തൊക്കെയാണ് വികസനങ്ങൾ എന്നുള്ളത് നമ്മൾ ഇവിടെ വന്ന് കാണുക എന്നുള്ളതാണ്. നമ്മുടെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 4 വർഷം തികയുമ്പോൾ ഈ കാലയളവിൽ നടത്തിയിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ സർക്കാർ എണ്ണി പറയുന്നു. അതോടൊപ്പം തന്നെ അതൊരു പ്രദർശന വിപണന മേളയായി 4ാം വാർഷികം കൊണ്ടാടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വന്ന് കാണേണ്ടതാണ്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് കാഴ്ചകൾ, അതേപോലെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനും സാധിക്കും. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഫാമിലിയായിട്ടൊക്കെ വന്ന് കാണാനായിട്ടും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാഴ്ചകളും അതേപോലെ ഗെയിമുകളൊക്കെ ഉണ്ട്. ഒരുപാട് ഗെയിമുകളുണ്ട്, പിള്ളേർക്ക് ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെന്നാണ്. ആര് വന്നാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ഈ പ്രദർശനമേള ഒരുക്കിയിരിക്കുന്നത്. ഓരോ കുട്ടികളായാലും മുതിർന്നവരായാലും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനും പലതിനെക്കുറിച്ച് പഠിക്കാനും, കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ടെന്നുള്ളതാണ്. പഠിക്കാനൊക്കെ സാധിക്കുന്ന ഒരു പ്രദർശന വിപണന മേളയാണ് എൻ്റെ കേരളത്തിലൂടെ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി ഈ വെള്ളിയാഴ്ച വരെയുള്ളൂ. അതായത് നമ്മളെ ഡേറ്റ് 23/5/2025 വരെയുള്ളൂ. 7 ദിവസത്തെ പ്രദർശന മേളയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക എന്നുള്ളതാണ്. എല്ലാവരും വന്ന് കാണുക. അത് മാത്രമല്ല, വൈകുന്നേരങ്ങളിൽ നമുക്ക് ഈ കാഴ്ചകളെല്ലാം ഒരു 2 മണിക്കൂർ നമ്മൾ കണ്ടാൽ പോലും തീരാത്ത അത്ര കാഴ്ചകൾ അല്ലെങ്കിൽ അത്ര സംഭവ വികാസങ്ങളാണ് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിരിക്കുന്നതും കാണാനുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഒരു 2-2.5 മണിക്കൂർ നമ്മളുടെ ഇതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് സമയം പോണതേ അറിയില്ല. ഞാൻ വൈകിട്ട് 5 മണിക്ക് കയറിയിട്ട് 7 മണി കഴിഞ്ഞിട്ട് അത് ഞാൻ കംപ്ലീറ്റ് ഓടി തീർന്നെന്നുള്ളതാണ്. കാരണം എല്ലായിടത്തും എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരിക. നല്ല വൈകുന്നേരം നല്ല കുടുംബശ്രീ നടത്തുന്നൊരു അടിപൊളി ഫുഡുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കുടുംബശ്രീ മേളയുടെ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് കാണുക. നമ്മളെ ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തെല്ലാം സംവിധാനങ്ങളാണ് പുതിയതായിട്ട് സർക്കാർ കൊണ്ടുവന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനും നമ്മുടെ കുട്ടികൾക്ക് കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണാനും സാധിക്കുന്ന ഒരു കിടിലൻ പരിപാടിയാണ് അല്ലെങ്കിൽ പ്രദർശന മേളയാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞാൻ നല്ലൊരു പാടം, ഒരു ചെറിയ വീടും ഒരു ചെറിയ നെൽകൃഷിയൊക്കെ നടത്തുന്ന ഒരു പാടവും കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാട്ടിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ കണ്ടിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ അല്ലേ, ഇപ്പൊ നമുക്കത് കാണാൻ കിട്ടുന്നില്ല. വളരെ കുറവാണ് നമ്മുടെ കൃഷികളൊക്കെ. അതേപോലെ തന്നെ കടലിൽ നിന്ന് വെള്ളം, അത് കടൽ വെള്ളം ഇരച്ച് കയറുന്ന ആ കരയിലേക്ക് കയറുന്ന സീനുകളൊക്കെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ട് എനിക്ക് തോന്നി. ഞാനും അത്ഭുതപ്പെട്ടു, ഇതെന്ത് കാഴ്ചയാണെന്നുള്ളതാണ്. കാരണം അത്ര രസകരമായിരുന്നു. ഞാൻ എന്നിട്ട് അവിടെ ഇരുന്നിട്ടൊക്കെ വരെ ഞാൻ സെൽഫി എടുത്തു എന്നുള്ളതാണ്. അത്ര ഇഷ്ടപ്പെട്ടു, വളരെ രസകരമായിട്ട്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാഴ്ചയാണ് എനിക്ക് ആ പ്രദർശന മേളയിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ച കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ. അതായത് ഈ ഒരു കടൽ ഇരമ്പി കരയിലേക്ക് കയറുന്നതും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് നല്ല മനോഹരമായ ബ്രിഡ്ജ്, അതെന്താ പറയണ ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ തന്നെ വളരെ രസകരമാണ് അതെല്ലാ കാഴ്ചകളും. എന്തായാലും ഒന്നിന് പറയുന്ന ഗവൺമെൻറ് നടത്തിയിരിക്കുന്ന ഓരോ വികസന പ്രവർത്തനങ്ങൾ എണ്ണി അതിൽ കാണിക്കുന്നുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം ഇത് കണ്ടില്ലേ, ഈ
ഇങ്ങനെയുള്ള ചില വർക്കുകളൊക്കെ നമുക്ക് ഇതിൽ ഈ നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ നമുക്ക് ആ സ്പോട്ടിൽ പോയി കാണാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന ചില സംഭവങ്ങളാണ് അല്ലേ. നമ്മൾ ഇതേപോലുള്ള കാഴ്ചകൾ കാണാനായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കും. ഇങ്ങനൊരു സംഭവമൊക്കെ നമുക്ക് വീഡിയോയിലൂടെയൊക്കെ അല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടേക്കുന്നത്. പക്ഷെ നമുക്ക് ലൈവ് ഈ കുട്ടി ഇത് ഒരു മൺപാത്രം അല്ലെങ്കിൽ അത് എന്താണ്, ഒരു കുപ്പിയാണെങ്കിൽ കുപ്പി, ഭരണിയാണെങ്കിൽ ഭരണി, അടിപൊളിയാണ്, എല്ലാം അടിപൊളിയാണ് കേട്ടോ. ഓരോ കാഴ്ചകളും കണ്ട് ഞാൻ വരുമ്പോഴാണ് ജില്ലാ ജയിൽ എറണാകുളം അതിൻ്റെ ഒരു കവാടം കണ്ടത്, ആ എൻട്രൻസ് കണ്ടത്. ആ ജയിലിന്റെ എൻട്രൻസ് ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് അതിന്റെ അകത്ത് കയറാം, നമുക്ക് കയറാന്ന് പറഞ്ഞു. കയറുക എന്നുള്ളത് അതിന്റെ അകത്തുള്ള കാഴ്ചകൾ, ജയിലിനകത്ത് എന്താണ് സംവിധാനങ്ങൾ എന്നുള്ളത് പലർക്കും അറിയില്ലല്ലോ, നമ്മളെപ്പോലുള്ള പലർക്കും അറിയില്ല. ആ ജയിലിലൊക്കെ കയറിയിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ വളരെ ആകാംക്ഷയാണ്, കാരണം ഈ ജയിലിന് ഇതേപോലുള്ള ഈ എന്താ പറയുക ഗേറ്റിന്റെ അകത്തേക്കൊന്ന് കയറി അതിന്റെ അകത്തെ കാഴ്ചകൾ എന്താണെന്ന് കാണാനൊന്നും നമുക്കൊന്ന് സാധിച്ചിട്ടില്ല. അപ്പൊ നമുക്കതൊന്ന് കാണണം, എന്തൊക്കെയാണ് സംവിധാനം എന്നുള്ളത്. അപ്പൊ അവിടെ സാറ് പറയുന്നത് ഇത് ഒരു വ്യക്തി മാത്രം കിടക്കുന്ന ഒരു സെല്ലാണ്. ഒരാളാണെങ്കിൽ ഇതേപോലത്തെ ഒരു സെല്ലിലാണ് കിടക്കുന്നത്. അത് തൊട്ട് പുറകിലായിട്ട് ഒരു ടോയ്ലറ്റ് ആണ്. അത് അയാൾക്ക് രാത്രി കാലങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, പകൽ സമയങ്ങളിൽ പുറത്തുള്ള ടോയ്ലറ്റിൽ പോകണമെന്നാണ് പറയുന്നത്. ഇതാണ് ഒരാൾക്കുള്ളത്, സിംഗിൾ ആയിട്ടുള്ള ആളുകൾക്ക്. അതല്ലാണ്ട് ഗ്രൂപ്പായിട്ടുള്ള ആളുകൾക്കുള്ള റൂമുകളുണ്ട്, അത് വലിയ റൂമുകളായിരിക്കും. എന്തായാലും സെൽ നമ്പർ 1 ഞാൻ കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുന്ന മറ്റൊരു സംവിധാനം കൂടി നമ്മൾ കണ്ടു. നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്താണെങ്കിൽ പോലും എന്തായാലും ജയിലിനകത്ത് കയറി അത് കാണണമെന്നുള്ളതാണ്. അതായത് നമ്മുടെ തൂക്കുമരം എന്നൊക്കെ പറയുന്ന പോലെ നമ്മളത് കണ്ടു. അതിന്റെ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. ഫാമിലി ആയിട്ട് വരുന്ന ആളുകൾ മുഴുവനും കുട്ടികളായിട്ട്, ഇവിടെ കുട്ടികൾക്ക് ഒരുപാട് ഗെയിം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് കായികമായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ഗെയിമുകളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവർ ഓരോരുത്തരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലുള്ള കാഴ്ചകൾ കാണുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. എന്തായാലും അവർക്ക് പറ്റിയ ഒരുപാട് ഗെയിമുകൾ നമ്മുടെ ഈ പ്രദർശന മേളയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എല്ലാവർക്കും വന്ന് കാണാം, എൻജോയ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. അവിടെ നിന്ന് ഞാൻ നടന്നു ചെന്നത് KSEBിയുടെ ഒരു പ്രദർശന കൗണ്ടറിലാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ എന്താണ് KSEB ജനങ്ങളെ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിനെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ എന്തൊക്കെയാണ് അവിടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്തപ്പോഴാണ് കണ്ടത്. അവിടെ നമ്മളുടെ ഇടുക്കി ഡാമുകൾ, ഡാമ്, ജനറേറ്റിംഗ് സ്റ്റേഷൻ, അതായത് മൂലമറ്റം ജനറേറ്റിംഗ് സ്റ്റേഷൻ, ഇതെല്ലാ കാഴ്ചകളും നമുക്ക് ഇപ്പൊ സാറ് വെച്ചിരിക്കുന്ന ആ മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇടുക്കിയിലെ കാഴ്ചകൾ, ഇടുക്കി ഡാമിന്റെ കാഴ്ചകളും അതേപോലെ ജനറേറ്റിംഗ് സ്റ്റേഷന്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും അതൊരു അനുഭവം തന്നെയായിരുന്നു KSEB ഒരിക്കലും നമുക്ക് മറക്കാനാകാത്ത നല്ല ഒരു ഓർമ്മകൾ, നല്ലൊരു അറിവാണ് അതിൽ നിന്ന് കിട്ടിയത്. അടുത്തത് ഗവൺമെന്റിന്റെ അനർട്ട് നടപ്പിലാക്കുന്ന സോളാർ പ്ലാന്റുകളുടെ പ്രദർശനങ്ങളായിരുന്നു. അതും അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മൾ കണ്ട കാഴ്ചത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വർക്കുകളായിരുന്നു. ഡാമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം. തമിഴ്നാട്, കേരളം അല്ലേ? ഇടുക്കി ഡാമിലേക്ക് വരുന്നത്, പിന്നെ ഇപ്പുറത്തേക്ക് ടണൽ വഴി തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കണം. നമ്മളെ മുല്ലപ്പെരിയാറിന്റെ മുല്ലപ്പെരിയാറിന്റെ അല്ലേ? വെള്ളം കൊണ്ട് തമിഴ്നാട്ടിന്റെ സൈഡാണ്.
കേരളത്തിന്റെ അതിർത്തിയിൽ കിടക്കുന്ന നമ്മുടെ തമിഴ്നാട്ടിലേക്ക് മുല്ലപ്പെരിയാർ ആ, നിന്നും വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകുന്നു. അതിൽ അവർ ഒഴുക്കി വരുന്ന വെള്ളം അവരെടുത്തുകൊണ്ട് പോകുന്ന ആ ഒരു സ്പേസാണ് നമ്മളിപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിൽ നിന്നും ഇടുക്കിയിലേക്ക് വെള്ളം ഒഴുകുന്ന കാഴ്ചയും നമുക്ക് അവർ കാണിച്ചു തന്നു. ചെല്ലാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കടൽ കയറി ദുരിതം അനുഭവിക്കുന്ന എല്ലാ വർഷവും അനുഭവിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ആ ചെല്ലാനത്തുള്ള നിവാസികൾ. തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒരുപാട് ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഏകദേശം 7 കിലോമീറ്ററോളം ആ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിന് ശേഷം ആ നാട്ടുകാർക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് ഭീതിയില്ലാണ്ട് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കൊച്ചിക്കിപ്പോൾ കുറുകുറാ ചിരിക്കും ഫീഡിങ്ങിന്റെ സമയത്തും സഹനാണ്. ഒരു പമ്പ് ഹൗസ് ഉണ്ട്, റോ വാട്ടർ പമ്പ് ഹൗസ് ഉണ്ട് അവിടെ. അതിലേക്കാണ് വെള്ളം വന്ന് വീണത്. ആ വെള്ളം വന്ന് വീഴുന്നതിൽ ഒരു ചാനൽ ഗ്രില്ലിട്ട് തിരിച്ചിട്ടുണ്ട്. അത് പുറമെയുള്ള വേസ്റ്റ് ഗ്രില്ലിട്ട് തിരിച്ചിട്ടുണ്ട്. ഗ്രില്ലിൽ ഒന്ന് വേസ്റ്റ് കടന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. ഗ്രില്ലിന്റെ അകത്തുനിന്നാണ് വെള്ളം പമ്പ് ചെയ്യണം. ഗ്രില്ലിൻ്റെ അകത്തു നിന്ന് ഈ ഒരു പമ്പ് ഹൗസിലേക്കാണ് വീഴുന്നത്. പമ്പ് ഹൗസ് മോട്ടോർ ചെയ്തിട്ട് പമ്പ് ഹൗസാണ്. കിണറും പമ്പ് ഹൗസിൻ്റെ കൂടിയാണ്. അതൊക്കെ വെർട്ടിക്കൽ ടർബൈൻ പമ്പുകൾ വെച്ചിട്ട് പമ്പായിട്ട് വെള്ളം വന്ന് വീഴാൻ കാണുന്നത് എയറേറ്ററിലേക്ക് വന്ന് വീഴുന്നത്. അത് കൂടുതൽ എയറായിട്ട് കൂടുതൽ കോൺടാക്ട് ചെയ്യാനും ചില സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോകാൻ ഓപ്പൺ ആയിരിക്കും. അത് ഓപ്പൺ ആക്കിയിട്ടൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കഴിഞ്ഞാൽ ആക്കിയിട്ടൊക്കെ ആ സ്മെല്ലുകളൊക്കെ ഇപ്പോൾ പോകും. അപ്പോൾ പിന്നെ വെച്ച് വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റ്സ് തുടങ്ങിയിട്ട് ആ റോ വാട്ടർ ചാനലിലൂടെ വന്നിട്ട് അന്ന് വരുന്ന പ്ലാസ്റ്റിക് ചേമ്പർ, ആ ചേമ്പറിലേക്കാണ് വരുന്നത് വെള്ളം. അതിലേക്ക് നമ്മൾ നോക്കിയാൽ 2 പൈപ്പുകളുണ്ട്. 2 പൈപ്പുണ്ട്. കെമിക്കൽസ് ആണ് കറ പിടിക്കുന്നത്. വെള്ളം കലങ്ങുന്ന സമയത്ത് അതിലേക്ക് ആലോ ലൈമിൽ നിന്ന് കെമിക്കൽസ് ആഡ് ചെയ്യും. വെള്ളത്തിലേക്ക് ഫൈവ് കുടിക്കുന്നതിൽ ഫൈവ് താഴെ വരണം. pH 6.5 ഇടയിൽ വരാൻ വേണ്ടിയിട്ട് ആലോ ലൈം ആഡ് ചെയ്യുന്നുണ്ട്. അതിന് മുമ്പ് ആഡ് അത് പിടിച്ചുള്ള സമയത്ത് മാത്രം, എല്ലാ സമയത്തൊന്നും ചെയ്യില്ല. അതിൻ്റെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കിട്ടും. പിന്നെ ഫ്ലാഷ് മിക്സിംഗ് ചേമ്പറിൽ നിന്ന് ആ കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ഹൈ സ്പീഡ് മിക്സിംഗ് ഉണ്ട്. ഫാനിലിട്ട് മിക്സിംഗ് ഉണ്ട്. അത് അടിയിലേക്ക് ഇട്ടുമ്പോൾ ഹൈ സ്പീഡ് മിക്സിംഗ് അടക്കം വെച്ചിട്ട് പിന്നെ വെള്ളം ആ പൈപ്പിലൂടെ താഴേക്ക് വന്നിട്ട് വന്നു വീഴുന്നത് ഈ ക്ലാരിഫ്ലോക്ക് സെൻട്രൽ പോർഷനിലേക്ക് വന്ന് വീഴുന്നത്. ഹൈ സ്പീഡ് മിക്സിംഗ് അവിടെ കഴിഞ്ഞ് വെച്ചിട്ട് സ്ലോ സ്പീഡ് മിക്സിംഗ് ആണ്. ഈ അജിറ്റേറ്റർ വർക്ക് ഉണ്ടാവും. സ്ലോലി അത് ലൈനും വെള്ളമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ബ്ലീച്ചിങ് പറയുമ്പോൾ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസാണ് സൂക്ഷിച്ച് കാണാം. അത് വെയിറ്റ് കുറവായിരിക്കും. അത് നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. ആ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് വെയിറ്റ് കൂട്ടിയിട്ട് താഴേക്ക് പിടിച്ചിരുത്തണം. അതിന് വേണ്ടിയിട്ടാണ് ആലമാടിയത്. ആലമാടിയിൽ നിന്ന് അസിഡിക്കാവും. അതിന് റൈസ് ആക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലൈം ആഡ് ചെയ്യുന്നത്. 2 ഒരേ സമയം ആഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ലോ മിക്സിങ് നടക്കും. വെള്ളം വന്നിട്ട് സ്ലോ മിക്സിങ് നടക്കും. അപ്പോൾ മിക്സ് ചെയ്ത് ചെറിയ മൈക്രോട്ട് പാർട്ടിക്കിൾസൊക്കെ പിടിച്ചിട്ട് താഴേക്ക് സെറ്റിൽ വയ്ക്കും. സെഡിമെൻ്റ് ടാങ്കാണ്. അതിലൊന്ന് താഴെ സെറ്റിലാവും. പിന്നെ വെള്ളം അതിൻ്റെ അടിയിൽ കൂടി വന്നിട്ട് ഈ ഒരു ടാങ്കിലേക്ക് വന്ന് സെഡിമെൻ്റ് ടാങ്കിൽ വന്നിട്ട് ക്ലിയർ ആയിട്ട് വെള്ളം മോൾ ഭാഗത്തൂടെ കവർ ചെയ്തിട്ടാണ് ഈ ഒരു ചാനലിലൂടെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ അടുത്തുള്ള വെള്ളം താഴെ ഉണ്ടാവും. മോൾ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള വെള്ളം മാത്രം കവർ ചെയ്തിട്ട് ഈ ഫിൽറ്റർ ബെഡിലേക്ക് വന്ന് വീഴും. ഇതിലേക്ക് വന്ന് 90% ഇവിടെ വെച്ചിട്ട് തന്നെ വെള്ളം ക്ലിയർ ആയിട്ടുണ്ടാവും. ബാക്കി 10% മാത്രം ഇതിൽ ക്ലിയർ ആയിട്ടുള്ളൂ. ഇതിലേക്ക് വെള്ളം നല്ല ക്ലിയർ ആയിട്ട് ബാക്കി എന്തായാലും ഉണ്ടെങ്കിൽ ഈ ഫൈൻ സാൻഡുകളാണ് റാപ്പിഡ് സാൻഡ് ഫിൽറ്റർ മീഡിയ എന്നതിനെ പറയണം. സാൻഡ് ഫിൽറ്ററിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം സാൻഡിൻ്റെ തന്നെ പല പല സൈസുകളാണ്. താഴേക്ക് പോകുന്നതും സൈസ് കൂടിക്കൊണ്ടിരിക്കും. മുകളിൽ ഏറ്റവും നൈസ് സാൻഡായി കിട്ടുന്നുണ്ട്. അതിലൂടെ ഫിൽറ്റർ ചെയ്തിട്ട് ഈ പൈപ്പിലൂടെ വെള്ളം വന്നിട്ട് ഈ ഒരു ക്ലിയർ വാട്ടർ സമ്പത്ത് ഇതിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. ഇതിലേക്ക് തന്നെയാണ് ക്ലോറിന് ആഡ് ചെയ്യുന്ന പ്രോസസ് ഉണ്ട്. കാരണം ഇതെല്ലാം പ്രോസസ്സിലേക്ക് വെള്ളം ക്ലിയർ ആയി കുടിക്കാൻ കൊള്ളാം. ബാക്ടീരിയാസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്ലോറിനൂടെ ആഡ് ചെയ്യും. ക്ലോറിൻ സിലിണ്ടറുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ക്ലോറിൻ നമ്മൾ തുറന്നിട്ടിട്ട് അതിലൂടെ വെള്ളം കൂടി കണക്ട് ചെയ്ത് വെള്ളം ക്ലോറിനോട് മിക്സായ ആ വെള്ളം കൂടി ഇതിനൊപ്പം വന്ന് വീടും. ഫുള്ള് ക്ലോറിനേറ്ററാണ്. ഈ ടാങ്ക് ഫുള്ള് ക്ലോറിനേറ്ററാണ്. ആ വെള്ളം നമ്മൾ പമ്പ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് പമ്പ് അതിൻ്റെ മുകളിലുണ്ടാവും.
അവിടുന്ന് പമ്പ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാം. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ടാങ്കിലേക്ക് നടത്തിയിട്ട് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാം. അത്രയും ദിവസങ്ങൾക്ക് ശേഷമാണ് കുടിക്കാനുള്ള വെള്ളം നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് കിട്ടുന്നത്. പ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കിടക്കണം. ഇപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളം വരുന്നുണ്ട്, ക്ലോറിനൊക്കെ ചേർക്കുന്നുണ്ട്, ഇവർ പറഞ്ഞുകൊണ്ട് പല വേസ്റ്റ് സാധനങ്ങളൊക്കെ ഇതിലെ കൂടി ഒഴുകുന്നുണ്ട്. അതിൽ കൂടി ആ വെള്ളം ഡയറക്റ്റ് കയറ്റിയിട്ടാണ് ഈ ക്ലോറിൻ അടിച്ചു വിടുന്നത്. ഇത് എത്രത്തോളം ഫിൽട്ടർ ചെയ്തിട്ടാണ് വന്നതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ക്വാളിറ്റി ഓരോ മാസങ്ങളിലും ഓരോ ദിവസങ്ങളിലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടാങ്ക് ഇതേപോലെ ക്ലീൻ ചെയ്യും, ഓരോ സമയം ക്ലീൻ ചെയ്യും. ഒരുപാട് പേര് വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ല തിരക്കുണ്ടായിരുന്നു. സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും തന്നെ ചേർത്തുകൊണ്ട് തന്നെ എല്ലാ വകുപ്പിൻ്റെ നിയമങ്ങളും അതേപോലെ തന്നെ ആ വകുപ്പുകൾ ചെയ്യുന്ന നേട്ടങ്ങളും അവരെ നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത, നമ്മളിലേക്ക് എത്താത്ത പല കാര്യങ്ങളും നമ്മൾക്ക് ഈ പ്രദർശന വിപണന മേളയിൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. പല അറിവുകളും നമുക്ക് ഇവിടെ വരുമ്പോഴാണ് കിട്ടുന്നത്. പല കാര്യങ്ങളും ഗവൺമെൻറ് നടപ്പിലാക്കിയ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ വിപണന മേളയിൽ നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിരിക്കുന്ന ഓരോ സൗകര്യങ്ങൾ, ഇപ്പോൾ പിന്നോക്കക്കാർക്കുള്ള കാര്യങ്ങളായാലും അതേപോലെ തന്നെ മറ്റുള്ളവർക്കായാലും അതേപോലെ തന്നെ ഗവൺമെൻറ് ഏർപ്പെടുത്തുന്ന സ്റ്റോർ പോലുള്ള ഒരുപാട് പദ്ധതികൾ ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷെ അത് പലർക്കും അറിയില്ല. പക്ഷെ ഈ പ്രദർശന മേളയിൽ വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ കുറേ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഒരു കിടിലൻ ഫുഡ് കോർട്ട് കാണുന്നത്. കാരണം കുടുംബശ്രീ നടത്തുന്ന, എറണാകുളം ജില്ലയിലെ കുടുംബശ്രീ നടത്തുന്ന വിവിധ തരത്തിലുള്ള ഫുഡുകൾ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ഫുഡുകൾ, ഫ്രൂട്ട്സുകൾ എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കിടിലൻ സീനാണ് നമ്മൾ ലാസ്റ്റ് കാണുന്നത്. ഏത് തരത്തിലുള്ള ഫുഡ് വേണം. എന്തായാലും ഞാൻ അതിൻ്റെ വിലയൊക്കെ ചോദിച്ചപ്പോൾ പുറത്തത്തെ ഹോട്ടലിനൊക്കെ വില കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും അതിൻ്റെ വിവരം പോസ്റ്ററുകളൊക്കെ ഞാനിതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നാളെ ഒരു ദിവസം കൂടി ഉള്ളൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വന്ന് കാണാനായിട്ടുള്ളത്. എന്താണ് കിട്ടേണ്ടതെന്ന് വെച്ചാൽ എല്ലാത്തരം ഐറ്റംസും ഇവിടെ കിട്ടും. ഒരുപാട് ഫാമിലീസ് വന്ന് ഫുഡ് അടിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. ഞാനും അതേപോലെ ചെറിയ രീതിയിലൊക്കെ ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിന്ന് കണ്ട ഈ പരിപാടികളെല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫുഡൊക്കെ ആണെങ്കിൽ വേറെ റേഞ്ചാണ്, അടിപൊളിയാണ്. എന്തായാലും വളരെ നീറ്റുമായിട്ടുള്ള ഒരു ക്യാൻറ്റീൻ പോലെയാണ് എനിക്ക് തോന്നിയത്. അടിപൊളിയായിട്ടുണ്ട്. എത്ര തരം ഫുഡെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എണ്ണിയാൽ തീരാത്ത അത്ര ഫുഡ് ഉണ്ടായിരുന്നു. അത്രത്തോളം ഫുഡ് ഞാൻ കണ്ടു എന്നുള്ളതാണ്. കാരണം അതിൻ്റെ വിവര പട്ടികയാണ് ഞാനിപ്പോൾ ഇതിൽ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫാമിലി ആയിട്ട് വന്ന് ഈ വെക്കേഷൻ അടിച്ചു പൊളിക്കാനും കൂടി പറ്റുന്ന ഒരു ടൈമാണ്. നാളെ ഒരു ദിവസമുള്ളൂ. അതായത് 23/5/2025 അവസാനിക്കും. അതുകൊണ്ട് എല്ലാവരും വരിക, മാക്സിമം ആളുകൾ വന്ന് കാണുക. ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. തീർച്ചയായിട്ടും ഞാനും ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോഴാണ് കല്ലുമ്മക്കായ കണ്ടത്. അപ്പോൾ കല്ലുമ്മക്കായ മീറ്റായിട്ട് കണ്ടപ്പോൾ ഞാൻ കൊള്ളാലാന്ന് തോന്നി. അപ്പം മീറ്റിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ക്യാൻറ്റീനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ ഗാനമേള തുടങ്ങാനുള്ള സമയമായി. സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദലീമയുടെ ഗാനമേളയാണ്. നമുക്കറിയാലോ, പ്രശസ്ത പിന്നണി ഗായിക ദലീമയുടെ ഗാനമേളയാണ്. കിടിലൻ ഗാനമേളയാണെന്നുള്ള പലരും പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് നേരം കൂടി ഗാനമേളയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാം. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗാനമേള സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള അനൗൺസ്മെന്റ് വന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം കസേരയിൽ ഇരിക്കാന്ന് വിചാരിച്ചാൽ ചെയറിൽ പോയിരുന്നു. എൻ്റെ കേരളം ഈ പ്രദർശന വിപണന മേള നമ്മുടെ സംസ്ഥാനത്തൊട്ടുക്ക് നമ്മുടെ ഗവൺമെൻറ്, നമ്മുടെ സംസ്ഥാന സർക്കാർ നടത്തപ്പെടുമ്പോൾ എന്നെ പോലെയുള്ള എൻ്റെ പിന്നിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ കലാകാരന്മാർക്കും കൂടെ വേദി ഒരുക്കിയിരിക്കുകയാണ്. കലാകാരന്മാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കല ഈശ്വരനാണ്. എല്ലാവരുടെ ഹൃദയത്തിലും കല സ്ഥാനമുണ്ട്. ഏത് രാജ്യങ്ങളിലും
കലാകാരന്മാർ എത്തുന്നുണ്ട്. കല ഈശ്വരനാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് അതെല്ലാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലൊരു പ്രസംഗത്തിനപ്പുറം ഈ കലയാകുന്ന ഈശ്വരൻ കുടികൊള്ളുന്നു. അതിൻ്റെ സ്നേഹത്തിലാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും എൻ്റെ കലാകാരന്മാർക്ക് ഒരുക്കിയ ഓരോ വേദിയും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം കലാകാരന്മാർക്ക് ഇത് മാത്രമേ അവസരങ്ങളുള്ളൂ. അവരുടെ ജീവിതമാർഗവും ഇത് തന്നെയാണ്. എന്തായാലും നിങ്ങളെല്ലാവരുമാണ് ഞങ്ങളെപ്പോലെയുള്ളവരെയൊക്കെ വളർത്തിയത്. അതിലെല്ലാത്തിനും നന്ദി പറയുകയാണ്. ഒരു കലാകാരിയായിട്ട് എന്നെ വളർത്തി, പിന്നീട് MLA ആയിട്ട് മാറി. പിന്നെ MLA ആയി മാറിയതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറയാം. ആദ്യം പാട്ട് പാടിയിട്ട് പറയാം. ഗാനമേള കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെറായിക്ക് പോരുകയാണ്. എന്തായാലും പിപ്പീസ് വ്ലോഗ് വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. താങ്ക് യു.